ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗന രംഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണിയെ കുത്തി കല്യാണി ഹോസ്പിറ്റലിലാണ്. രാഹുലിനെ തേടിയുള്ള നടത്തത്തിലാണ് നമ്മുടെ കിരണും രതീഷും കൂടിയിട്ട് അവർക്ക് കിട്ടിയ സൂചന അനുസരിച്ച് അവർ ആ കടപ്പുറത്തേക്ക് പോവുകയാണ്. ഒരു കോളനിയിലാണ്, കടപ്പുറത്തുള്ള ഒരു കോളനിയിലാണ്. അവൻ എവിടെയോ ഒരു വീട്ടിലാണ് ഒളിച്ചിരിക്കുന്നത്. അവന്റെ സഹായിയായിട്ടുള്ള ഏതോ 2 ഗുണ്ടകൾ പരിചയക്കാരുണ്ട്, അവരുടെ കൂടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കിരണും രതീഷും മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കുകയാണ്. എന്തായാലും അവരെ കണ്ടുപിടിച്ചിട്ട് അവനെ തല്ലിച്ചതച്ച് കാട്ടിലോട്ട് വേലുവിന്റെ സഹായത്തോടെ കാട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ അവനെ മറവ് ചെയ്യാൻ, ഒരാളും അറിയാതെ മറവ് ചെയ്യാനൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനാണെങ്കിൽ കല്യാണിയെ വിളിക്കും, കല്യാണിയുമായിട്ട് നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാർത്തികയോട്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അവള് തിരക്കിലാണച്ച, അവള് സൈറ്റിൽ പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പറയുന്ന സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, എത്ര തിരക്കുണ്ടെങ്കിൽ എൻ്റെ മോൾ എന്നെ വിളിക്കാറുണ്ട്, കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിക്കാനായിട്ട്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ മോളുടെ ഫോൺ സ്വിച്ച് ഓഫ്? നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് മറക്കുന്നുണ്ടോ? കാര്യം പറയ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, ഒന്നുമില്ല അച്ഛ എന്ന് പറയാണ്. പക്ഷെ പ്രകാശന് നല്ല സംശയം, ഇവരെന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ പ്രകാശൻ വീണ്ടും അവരോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവം? എനിക്ക് അറ്റാക്ക് വന്നതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്തുണ്ടെങ്കിൽ എന്നോട് പറയ് എന്നിങ്ങനെ വീണ്ടും പ്രകാശൻ അങ്ങനെ ചോദിക്കുകയാണ്. അത് തന്നെയല്ല, ഞാൻ രതീഷിനെ വിളിച്ചായിരുന്നു, രതീഷും ഇതുപോലെ തന്നെയൊക്കെയാണ് പറഞ്ഞത്, എന്നെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്, നിങ്ങളെല്ലാവരും എന്നിൽ എന്തൊക്കെ മറച്ചു പിടിക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പൊ ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും പ്രകാശൻ സത്യങ്ങൾ അറിയുന്നുണ്ട്. പ്രകാശൻ എന്തായാലും ഒടുവിൽ പ്രകാശനോടായൊരു കാര്യം അവർക്ക് പറയേണ്ടി വരികയാണ്. അങ്ങനെ തൻ്റെ മകളെ പൊന്നോമന പുത്രിയെ കാണാൻ വേണ്ടിയിട്ട് അവൻ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ അവളുടെ കിടപ്പ് കണ്ടിട്ട് പ്രകാശൻ്റെ നെഞ്ച് പിടഞ്ഞു പോവുകയാണ്. എന്തായാലും കാദംബരി അവിടെയുണ്ട്. അങ്ങനെ കാദംബരി അച്ഛനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന രാഹുലിൻ്റെ ആ ഒരു കോളനിയിൽ ആ ഒരു വീട്ടിൽ വെച്ച് അവനെ പിടികൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ രാഹുൽ അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം അവൻ ഓടുന്നുണ്ട്. ഇവന്റെ പുറകെയായിട്ട് ഇവരും ഓടുകയാണ്, കിരണും അതുപോലെ രതീഷും കൂടിയിട്ട്. അങ്ങനെ കിരൺ കുറെ ദൂരം ഓടിപ്പിച്ചതിന് ശേഷം അവനെ ചവിട്ടി ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് കുറെ അടിയൊക്കെ അടിച്ചതിന് ശേഷം തിരിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കൂടുതൽ അടി കിരണാണ് അടിക്കുന്നത്. അങ്ങനെ തല്ലിച്ചതച്ചതിന് ശേഷം സത്യങ്ങൾ ഓരോന്നായി അവനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് എൻ്റെ കല്യാണിയെ നീ കുത്തിയത്? എൻ്റെ കല്യാണി നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിന്റെ മകൾക്കും നിന്റെ മകളുടെ കുഞ്ഞിനും നിന്റെ 2 ഭാര്യമാർക്കും ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഞങ്ങളല്ലേ, എന്നിട്ടും നീ ഇത്രയും വലിയ ക്രൂരത ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ രാഹുലാണെങ്കിൽ ആകെ തളർന്ന് ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. രാഹുൽ എന്തായാലും നടന്ന സത്യങ്ങളെല്ലാം തന്നെ രാഹുലിന്റെ വായിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ സരയു ഉണ്ടെന്ന സത്യം കൂടി ഈ കിരൺ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണ് സരയു തന്നെ ഇങ്ങനെ ചതിക്കാൻ ശ്രമിച്ചത്? അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, രതീഷ് പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സരയുവിന്റെ മാറ്റം വിശ്വസിക്കേണ്ടെന്ന്, അവള് ദുഷ്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇവന് എത്രയും വേഗം നീ വേലുവിനെ വിവരം അറിയിക്കും, വേലുവിന്റെ നാട്ടിലേക്ക് ഇവനെ കൊണ്ടുപോകണം എന്ന് പറയുകയാണ് രതീഷിനോട് കിരൺ. അങ്ങനെ അവനെ പിന്നിൽ കൈയൊക്കെ കെട്ടി കാലൊക്കെ കൂട്ടിക്കെട്ടിയതിന് ശേഷം അവനെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് കാട്ടിലോട്ട്. അവിടെ അങ്ങനെ അവനെ അവിടെ കിടത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഗംഗയെ ഇല്ലാതാക്കിയത്, ചെവി അറിയാതെ ഇല്ലാതാക്കിയത് പോലെ തന്നെ ഇവനെയും ഇല്ലാതാക്കാൻ തന്നെയാണ് കിരണിന്റെ തീരുമാനം. കാരണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കിരൺ സ്നേഹിക്കുന്നത് കല്യാണിയാണ്. ആ കല്യാണിയെയാണ് ഇവൻ ഇപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ആ ഒരു ദേഷ്യം എന്തായാലും കിരണിനുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സരയുവിന്റെ അരികിലേക്ക് തന്നെയാണ് കിരണും അതുപോലെ തന്നെ നമ്മുടെ രതീഷും കൂടി പോകുന്നത്. എന്നിട്ട് അവളെ താരയുടെ മുന്നിൽ വെച്ച് തന്നെ, അപ്പൊ അവൻ ഇങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ താരയ്ക്ക് പേടിയാകുന്നുണ്ട്. അപ്പൊ താരയോട് കിരൺ പറയുകയാണ്, ആന്റി ഞങ്ങളോട് ഇത്ര വലിയ ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുകയാണ്. എന്തായാലും സരയുടെ അരികിലേക്ക് വന്നിട്ട്, നിനക്ക് എന്താടി വേണ്ടത്? എൻ്റെ ഭാര്യയെ കൊല്ലാൻ നിന്റെ അച്ഛൻ്റെ ഒപ്പം നീ കൂട്ടുനിന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിനക്ക് എന്തിൽ കുറവാടി ഞങ്ങൾ തന്നിട്ടുള്ളത്? നിന്റെ കുഞ്ഞിനെയും നിന്നെയൊക്കെ നല്ല രീതിയിൽ തന്നെ ലഡി സംരക്ഷിക്കുന്നത്. ഇത്രയും നാളും നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ, സ്നേഹം നടിച്ചിട്ട്. ഇനി ഒരിക്കലും ഞാൻ ഇത് ക്ഷമിക്കില്ലടി എന്ന് പറയുന്നുണ്ട്.
നീ എന്താ വിചാരിച്ചത്? കല്യാണിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഭാര്യയായി സ്വീകരിക്കുന്നു? ഒരിക്കലും നടക്കാത്ത കാര്യമാണ് മോളെ അതൊക്കെ. നീ ഇനി നിനക്ക് ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ സഹായവും ഒരിക്കലും നീ അറിയിക്കുന്നില്ല, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനൊക്കെ ഈ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് നമ്മുടെ സരയുവിനെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയാണ്. സരയു പൊട്ടിക്കരഞ്ഞു പോകുന്നത്. സരയു ഒരു പ്രാന്തിയെ പോലെ ആവുകയാണ് ശരിക്കും. സരയുവിനെ മാത്രമല്ല ശാരിയെയും അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവൾക്ക് വേറൊരു നിവൃത്തിയില്ലാതെ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിൽ പുറത്തേക്ക് പോകേണ്ട അത് അവള് തന്നെ ഉണ്ടാക്കി തീർത്തതാണ്. അതേ സമയത്ത് നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കല്യാണിയുടെ കാര്യത്തിൽ സുഖം പ്രാപിച്ചിട്ടുണ്ടാവും. കല്യാണി കണ്ണു തുറന്നു സംസാരിച്ചു തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അതൊരു ആശ്വാസമായി മാറുകയും ചെയ്യുകയാണ്. പക്ഷേ CI ഈ പറയുന്ന ഗംഗയെ മാത്രമല്ല ഇപ്പം രാഹുലിനെയും അന്വേഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. രാഹുലിൻ്റെയും പൊടി ഇതുവരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ രണ്ടുപേരെയും ഇല്ലാതാക്കിയ കിരണും അതുപോലെ രതീഷും വേലു ഒരു 3 പേരും ചേർന്ന് തന്നെയാണ് ഈ 2 ബോഡികളെയും 2 ആൾക്കാരെയും ഇല്ലാതാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പിടിക്കപ്പെടാതെ അവരങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വേലു അവരൊക്കെ വിചാരിച്ചിട്ടുള്ളത് കിരണാണ് കൊന്നിട്ടുള്ളത് എന്ന്. ആരെ? നമ്മുടെ ഗംഗപ്രസാദിനെ. അപ്പൊ എന്തായാലും ഗംഗപ്രസാദിനെ കൊന്നത് കിരണല്ല എന്നും അത് യഥാർത്ഥത്തിലുള്ള കൊലയാളി നമ്മുടെ ഇവനാണെന്നും മനോഹറാണെന്നുള്ള തെളിവ് സഹിതം CI അവരുടെ അരികിലേക്ക് വന്ന് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും രതീഷ് നമ്മുടെ മനോഹർ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും മനോഹറിന് ഓൾറെഡി ഇനിയിപ്പം ശിക്ഷ അനുഭവിച്ചു വരികയാണ്. സരയുവിനേക്കാൾ എത്രയോ ഭേദമാണ് മനോഹറിനെ സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ അവൻ ഇനി നല്ല രീതിയിൽ തന്നെ ജീവിക്കും. അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് അവൻ ഇങ്ങനെയൊക്കെ ഈ ഒരു അവസ്ഥയിലാക്കി മാറ്റിയത്. അവൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് അവൻ ഒരുപാട് കത്തുകൾ അയച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് കത്തുകൾ അയച്ചിരുന്നു. പക്ഷെ അവൻ്റെ ഭാഗത്ത് ഇവർ നിൽക്കാതെ സരയുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിന്നത്. എന്നിട്ടും സരയുവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇനി എന്തായാലും മനോഹറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കുഞ്ഞിനെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അവർ നോക്കുന്നുണ്ട്. കുഞ്ഞിന് എന്ത് സഹായം വേണമെങ്കിലും എന്ത് കാര്യങ്ങളും വേണമെങ്കിലും ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ എല്ലാ തെറ്റുകളും ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് സരയുവിന് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞതിന് ശേഷം തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തിയതിന് ശേഷം എല്ലാവരും ചേർന്ന് വേലുവിൻ്റെ നാട്ടിലോട്ട് പോവുകയാണ്. അവിടെ വെച്ചിട്ട് വേലുവിൻ്റെ കല്യാണം ഒന്നും കൂടി അവരുടെ ചടങ്ങിൽ നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കാർത്തികയും ദിലീപും അതുപോലെ തന്നെ കല്യാണിയും കിരണും രതീഷും കാദംബരിയും എല്ലാവരും ചേർന്ന് നല്ല സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിക്കാൻ അവിടെ ഗസ്റ്റ് ഹൗസ് ഒക്കെ എടുത്തിട്ട് അതിലൊക്കെ നിന്ന് അവർ ആ ഒരു സന്തോഷം നിമിഷങ്ങൾ പങ്കുവെക്കുകയാണ്. അവരുടെ കല്യാണമൊക്കെ സുന്ദരമായി അടിച്ചു പൊളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുലിനെ മറവ് ചെയ്ത സ്ഥലവും അവരവിടെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ശത്രുക്കളൊക്കെ എല്ലാവരെയും കൊന്നൊടുക്കുകയാണ് കിരൺ ചെയ്യുന്നത്. അവർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ട സാഹചര്യം കിരൺ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.